ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അതങ്ങനെ തന്നെ ആവട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ചോദിച്ച കമന്റിന് റിപ്ലൈ ആയിട്ടാണ് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ തരാൻ വിചാരിച്ചു. അപ്പോൾ അത് പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യം, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അത് ഓൾ ഒരു ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. പിന്നെ ഫേസ്ബുക്കാണ് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. ജിനു മിന്നാന്നിൻ്റെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാകാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരും. റിപ്ലൈ പറഞ്ഞാൽ കമൻ്റായിട്ട് അയക്കുമ്പോൾ അതിൽ കൂടെ ഞാൻ മറുപടി ഒന്നും വരില്ല. അതിപ്പോൾ എങ്ങനെ വെച്ചാൽ ഇതുമാതിരി വീഡിയോ കൂടെ ഈ കാരം റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ നിന്റെ സ്ഥലം എവിടെയാണ്? അപ്പോൾ എൻ്റെ സ്ഥലം വെച്ചാൽ ഞാൻ ഡിസ്ട്രിക്ട് പറയാട്ടോ. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്ക് അടുത്ത് ഒരു കുഗ്രാമത്തിലാണ് താമസം. അതങ്ങനെ. പിന്നെ അടുത്ത ചോദ്യം അപ്പോൾ ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ല ചോദ്യങ്ങൾ. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുട്ടികളെ മദ്രസും സ്കൂളൊക്കെ ആയിട്ട് എൻ്റെ സമയത്ത് എനിക്ക് പോകാൻ കഴിയുന്നില്ല. എൻ്റെ സമയത്ത് സമയമാകൂല പുറത്ത് ചെന്നാൽ. അപ്പോൾ അങ്ങനെ പോവല്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ നോക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത ചോദ്യം ഇതിനിപ്പോൾ എഴുതി വെക്കായിട്ടേ ആ ചോദ്യത്തെ പറയാൻ കഴിയില്ല. അടുത്ത ചോദ്യം എന്താപ്പോൾ ചോദിച്ചിരുന്നത്? വീഡിയോയുടെ മുമ്പിൽ വരും കമന്റിനൊക്കെ റിപ്ലൈ തരാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഓരോന്നും വിചാരിക്കണം പിന്നെ മനസ്സിൽ കിട്ടൂല. ഫസ്റ്റിലെ ചോദ്യം ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ നല്ല കുക്ക് ചെയ്തുണ്ടാക്കില്ലേ? നല്ല ഒരുപാട് പാചകങ്ങളൊക്കെ ഉണ്ടാക്കും. അതെങ്ങനെ മനസ്സിലായി ചോദിച്ചാൽ പോസ്റ്റിലൂടെ കണ്ടു. ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഞാൻ മടിച്ചാണ് കാര്യത്തിൽ. കുക്ക് ചെയ്തുണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനലും തുടങ്ങി. അങ്ങനെ ഷെർബീസ് ടൈം പാസ് അത് ജിതു മിന്നാന്നുള്ള ചാനൽ തുടങ്ങി. അതിലങ്ങനെ നമ്മൾ ആദ്യം കുക്കിംഗ് ഒക്കെ ചെയ്തു. പിന്നെ മറ്റൊരു ചാനൽ തുടങ്ങി. പിന്നെ ഷെർബീസ് ടൈം പാസ് എന്നുള്ളത്. അപ്പോൾ രണ്ടിലും കുക്കിങ്ങും ഇതൊക്കെ വ്ളോഗും ഇതൊക്കെ ഇട്ട് പിന്നെ കുക്കിങ്ങിനായിട്ട് പിന്നെ കുക്കിംഗ് മാത്രം പിന്നെ കൈയായിട്ട് എന്ത് ചെയ്തു, ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊന്നും കുക്ക് ചെയ്തുണ്ടാക്കാൻ കഴിയില്ല വിചാരിച്ചിട്ട് നമുക്ക് വ്ളോഗായിട്ട് ചെയ്തു. അങ്ങനെ 2 ചാനലും തുടങ്ങി. അങ്ങനെ ഒരു ചാനൽ വളർച്ച മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ചാനൽ ഇപ്പോഴും വല്ലാതെ അനക്കം വെച്ചിട്ടില്ല. അങ്ങനെ ജിതു മിന്ന ഇന്ന് മറ്റൊരു ചാനൽ തുടങ്ങി. ആദ്യം ചാനൽ തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തു, ഷെർബീസ് ടൈം പാസ് എന്നൊരു ചാനൽ തുടങ്ങിയപ്പോഴേക്ക് ഞാൻ ഈ ചാനലിന്റെ പേര് മാറ്റിക്കല്ല, അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ ജിതു മിന്ന ചാനലിൻ്റെ ഒരു ഇസ്ലാമിക് വ്ളോഗാക്കി മാറ്റി. മറ്റേതിപ്പോൾ രണ്ടിലും ഒന്നെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷെർബീസ് ടൈം പാസ് എന്നുള്ള ചാനലിൽ ഞാൻ നമ്മളെ വ്ളോഗ് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ തുടങ്ങി. അപ്പോൾ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ജോലിയിൽ പോകുന്നത്. അപ്പോൾ ജോലിയിൽ പോകുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. വിചാരിച്ച സമയത്ത് ഇടാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും കൂടി മുന്നോട്ട് ഒരുമിച്ച് പോകാൻ പറ്റൂല. അങ്ങനെ ആഴ്ചയിലൊക്കെ ഒരിക്കൽ ഇടാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ അത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ പിന്നെ ഞാൻ വേറെ സ്ഥാപനത്തിൽ കയറിയപ്പോൾ അതെന്തിനാണ് നിർത്തിയത് നിങ്ങൾ ചോദ്യങ്ങൾ തുടങ്ങിക്കൂടെ നിർത്തണ്ട. അങ്ങനെയാണ് ഞാൻ വീണ്ടും പിന്നെ വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നല്ല പാചകങ്ങളും ഇതൊക്കെ ഉണ്ടാക്കൂലേ? ഞാൻ അങ്ങനെ പാചകങ്ങൾ ഉണ്ടാക്കൂല, കരിഞ്ഞു മടിച്ചാണ്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഞാൻ പാചകങ്ങൾ ഉണ്ടാക്കാൻ ഇതൊക്കെ തുടങ്ങിയത്. എൻ്റെ അനിയത്തിമാരോട് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ കഥ. അവര് നല്ലോണം ഉണ്ടാക്കും, അവരുണ്ടാക്കും. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് പിന്നെ നമ്മളെ കാര്യത്തിൽ നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ പാചകങ്ങളും ഉണ്ടാക്കി കുക്ക് ചെയ്ത് പാചകം ഉണ്ടാക്കി യൂട്യൂബൊക്കെ അപ്ലോഡ് ചെയ്തു. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം മുറ്റടിച്ച് തരിക, അകം തുടച്ച് വൃത്തിയാക്കുക, ക്ലീൻ ആക്കുക, അതൊക്കെയാണ് ഇഷ്ടം. അവരായിരുന്നു അങ്ങനെ നമ്മളെ കിച്ചണിലൊക്കെ ഉണ്ടായത്. ഞാൻ അങ്ങനെ അടുക്കളയിൽ തന്നെ ചെല്ലാറില്ല. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ പിന്നെ മറ്റേ പണിക്കൊന്നും കിട്ടൂലട്ടോ. ഞാനിത് എന്ത് ചെയ്യും, മുറ്റടിച്ച് തരും, അകടിച്ച് തരും, തുടക്കും, വൃത്തിയാക്കും. പിന്നെ അവരെന്തെങ്കിലും
തുടച്ചെടുത്ത് കൂടെ പോയാൽ അവരെ ചീത്ത പറയും. അതൊക്കെ ഒരു തുള്ളി പൊട്ടുംപൊടിയൊക്കെ കണ്ടാൽ പോവാതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കഥ. അങ്ങനെ ഇപ്പം എനിക്ക് കുക്ക് ചെയ്ത് വന്നു. ഇപ്പം ഉമ്മ എന്നെ പറയുന്നത് ഇപ്പോഴല്ലേ ഇത് ഉണ്ടാക്കി തുടങ്ങി, ഇപ്പോഴല്ലേ ഉണ്ടാക്കി തുടങ്ങി ഒരു വർത്താനം. പിന്നെ എന്തായാലും കഴിക്കണ്ടേ. അന്ന് ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ പോകുമ്പോൾ ചോറ് ഇതൊക്കെ ഉണ്ടാക്കണം. നമ്മൾ ജോലിയിലും ഇതിലൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറും ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ. പിന്നെ നിങ്ങൾ മാരീഡാണോ? അടുത്ത ചോദ്യം. ഞാൻ മാരീഡാണ്. എനിക്ക് 2 മക്കളുണ്ട്. 13 വയസ്സായ ഒരു മോളുണ്ട്, 5 വയസ്സായ ഒരു മോനും ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെന്താ അടുത്ത ചോദ്യം? എന്താ ചോദിച്ചിരുന്നത്? എന്താ അത്ര എന്താ എന്താണ് ഇത്ര എന്താ ചോദിച്ചു? എന്താ പരിപാടി? ഇപ്പോഴത്തെ പരിപാടി തന്നെ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. എന്താ പറയാ, വീഡിയോ ഉണ്ടാക്കുക, ഫുഡ് ചെയ്യുക, നമ്മൾ വ്ളോഗൊക്കെ ആക്കിയിടുക. അപ്പോൾ ഞാൻ അങ്ങനെ വ്ളോഗ് ചെയ്യാനും വരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഫോണൊന്നും കിട്ടൂല. മിക്ക ടൈമിലും മക്കളെ കയ്യിലാകും ഫോൺ. അപ്പോൾ അതങ്ങനെ. പിന്നത്തെ ചോദ്യം എന്താണ്? ഒരാളെ ചോദ്യമാണ് ചോദിച്ചിരുന്നത്. വയറ് എന്താ പറയാ, വയറ് നിറയും വേണം. ഇയാൾക്ക് നൈറ്റിലാണ് ഡ്യൂട്ടി ഉള്ളത്. വയറ് നിറയും വേണം, അധികം ഭക്ഷണത്തിന് കേടും ഉണ്ടാകരുത്. ആ ഒരു ഭക്ഷണം ഏതാന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് പറയാൻ കഴിയില്ല. ഇത് പറഞ്ഞു തരണം. എന്താ പറയുന്നത്? ഞാനൊരു ഡോക്ടറോ അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇന്നെ സമീപിക്കാതിരിക്കുക. അപ്പൊ ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾ അത് ചെയ്യുക. എനിക്ക് അത്ര ഇതില്ല. ഇനി വയറ് നിറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾ രാത്രിയിലാണ് ഡ്യൂട്ടി വെച്ചെങ്കിലും എന്താണ്, വയറ് അമിതമായി ഭക്ഷണം കഴിച്ചാലും കേടാണ്, ഇല്ലെങ്കിലും കേടാണ്. എപ്പോഴും ഒരു കുറഞ്ഞൊരു വിശപ്പ് ഉണ്ടാകുന്നതല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിന് നല്ലത്. അത്രയൊക്കെ ഉള്ളു പറയാനുള്ളത്. പിന്നെ ചോദിച്ചോ, ഓരോ ഞാൻ വീട് വെക്കാത്തതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല. പിന്നെ എന്താ പറയുള്ളത്? അപ്പം വയറ് നിറച്ച് ഇനി കഴിക്കണം എന്നുള്ള ക്ഷീണമൊക്കെ വരുന്നത് എന്താ വെച്ചാൽ നൈറ്റിൽ ഡ്യൂട്ടി ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചാൽ മതി. പിന്നെ പാല്, മുട്ട, പഴം, പിന്നെ കുറച്ച് കട്ടി ആഹാരങ്ങൾ കഴിച്ചാൽ നിങ്ങൾ ഡ്യൂട്ടി എടുക്കല്ലേ, ഏതായാലും വല്ലാതെ വിശപ്പൊന്നും ഉണ്ടാവില്ല. ഡ്യൂട്ടി എടുക്കും കട്ടി ആഹാരങ്ങൾ, പിന്നെ ഇഡ്ഡലി, ദോശ അങ്ങനത്തെ. രാത്രി ആകുമ്പോൾ നിങ്ങൾ എന്താ കഴിക്കുന്നത് നമുക്കറിയില്ലല്ലോ. നിങ്ങൾക്ക് എന്താ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണം ഏതാണ് എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം പറയാം. ഞാൻ പറഞ്ഞുതരാം, ഞാനൊരു ഡോക്ടർ അല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇന്നെ സമീപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് ആച്ചെങ്കിൽ ജിലോമിന എന്ന ചാനൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.